വെറും 100 കാലറിയിൽ ഒരു ടേസ്റ്റി ഹെൽത്തി ബാർലി സൂപ്പ്. വയറും മനസ്സും നിറയ്ക്കാം, ടേസ്റ്റ് ഒട്ടും കുറയാതെ തന്നെ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ അർഷിൻ അനൂജ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജാറാസ് വ്ലോഗ്സ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ബാർലി കൊണ്ടൊരു സൂപ്പാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു 150 ഗ്രാം ബാർലി നന്നായിട്ട് കഴുകി 1 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സോക്ക് ചെയ്ത് വെച്ച ബാർലി ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ചേർത്തു. ഇനി നമ്മൾ ഇതിലേക്ക് 1 ലിറ്റർ വെള്ളവും കൂടെ ചേർക്കുന്നുണ്ട്. ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനൊന്ന് സോക്ക് ചെയ്തത്. കുക്കറിലാണെങ്കിലും വേവിച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ പാനിൽ വെച്ചിട്ട് തന്നെ വേവിക്കുന്നുണ്ട്. അതിനുശേഷം ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുത്തു. നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഏകദേശം ഒരു 10-15 മിനിറ്റ് സമയം കൊണ്ട് നമ്മുടെ ബാർലി നമുക്ക് വേണ്ട പാകത്തിന് വെന്ത് കിട്ടും. നമ്മളിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു സൈസൊക്കെ നന്നായിട്ട് കൂടിയിട്ട് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും അത് നന്നായിട്ട് വെന്തിട്ടുണ്ടെന്ന്. എന്നിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം വേവായിട്ടുണ്ടോ എന്നുള്ളത്. നമ്മൾ ചോറൊക്കെ വേവുന്ന പോലെ തന്നെ. അപ്പോൾ ഓഫ് ചെയ്തു. ഇനി നമുക്കിതിനെ ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. സ്ട്രെയിനറിലോട്ട് ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ആ ഒരു വെള്ളം മാറ്റി ബാർലി ഞാൻ 2 ബൗളിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് കുറച്ചധികവും ഒന്ന് കുറച്ച് കുറവുമാണ്. അപ്പോൾ അതിൽ കൂടുതലുള്ള ഭാഗം ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഈ സാധാരണ ഉണ്ടാക്കുന്ന സൂപ്പിനേക്കാളും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് സൂപ്പ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മിസ് ചെയ്യാതെ കാണുക. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ നമ്മൾ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തു. ഇനി നമുക്കിതിനൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. അതിനോടൊപ്പം ബെല്ലൈക്കൺ ഓണാക്കി ഓൾ സെലക്ട് ചെയ്യുകയും ചെയ്യണേ. ഇനി ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ചു. അതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തു. അതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത്, അതിലേക്ക് തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, ഒരു ചെറിയ സവാളയുടെ പകുതി പൊടിയായിട്ട് കൊത്തി അരിഞ്ഞത്, അതുപോലെ ഇനി ഇതിലേക്ക് നമുക്ക് 1 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതിനെ ഒന്ന് വഴറ്റി കൊടുക്കാം. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എന്നാലും സൂപ്പിന് നമുക്ക് 1 പച്ചമുളകൊക്കെ ആവശ്യമുള്ളൂ. അപ്പോൾ ആ 1 പച്ചമുളക് കൂടി ഞാൻ ചേർത്ത് കൊടുത്തു. നമുക്കിതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മളുടെ പോപ്പുലർ വീഡിയോയുടെ താഴെ ഒത്തിരി കമൻസ് വരുമ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വേണം എന്ന് പറയാറുണ്ട്. പക്ഷെ മാക്സിമം ആളുകളിലോട്ട് വീഡിയോ എത്തുന്നില്ല എന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ ആ ബെല്ലൈക്കൺ ഒന്ന് ഓൺ ചെയ്തിട്ട് ഓൾ എന്നുള്ളതൊന്ന് സെലക്ട് ചെയ്യാനായിട്ട് മറക്കരുതേ. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ കിട്ടും. ഇനി നമുക്ക് സൂപ്പിൽ ആവശ്യത്തിനുള്ള വെജിറ്റബിൾസ് ചേർക്കാം. 1 ക്യാരറ്റ് പൊടിയായിട്ട് അരിഞ്ഞത്, അതുപോലെ തന്നെ കുറച്ച് ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞത്, 1 ചെറിയ ക്യാപ്സിക്കം അരിഞ്ഞത്, കുറച്ച് സ്വീറ്റ് കോൺ. ഇത് ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ബേസിക്കായിട്ട് നമ്മൾ ഇതുപോലെ വെജ് സൂപ്പ് ഉണ്ടാക്കുമ്പോൾ എടുക്കുന്ന കോമൺ വെജിറ്റബിൾസ് ആണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആവുന്ന വെജിറ്റബിൾസ് ഏതാണോ അത് മാറിയും തിരിഞ്ഞും ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എല്ലാം ഇതുപോലെ തന്നെ ചേർക്കണമെന്നില്ല. നിങ്ങൾക്ക് കിട്ടുന്ന വെജിറ്റബിൾസ് വെച്ചിട്ട് ചെയ്താൽ മതി. നമുക്കിതിനെ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യുക. ഏകദേശം 1 മിനിറ്റോളമൊക്കെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഒത്തിരി അങ്ങ് വെന്ത് പോകണ്ട. ചെറിയ തീയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. ഇത് ഏകദേശം അതിൻ്റെ ഒരു പച്ചപ്പ് ഒന്ന് മാറി കിട്ടുമ്പോൾ നമുക്കിനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ ആ ഒരു ബാർലിയുടെ പേസ്റ്റ് ഈ ഒരു സമയത്ത് ഇതിലേക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഈ വെജിറ്റബിൾസും ആ ഒരു മിക്സും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നതിന് പോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും ഒരു കമൻ്റായിട്ട് ഒന്ന് കുറിക്കുക. അതുപോലെ തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യാനായിട്ട് മറക്കരുതേ. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു ബാർലി വേവിച്ച വെള്ളമാണ് ഞാൻ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ആ ഒരു വെള്ളം ഏകദേശം നമ്മൾ 1 ലിറ്റർ വെള്ളം വെച്ച് വേവിച്ചത് ഒരു 1/2 ലിറ്ററോളം ആയിട്ട് ആ ഒരു 1/2 ലിറ്റർ വെള്ളമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. ആ ഒരു അരച്ചു കൊടുത്ത ബാർലിയും നന്നായിട്ട് മിക്സായിട്ട് ആ ഒരു വെള്ളമായിട്ട് നല്ലപോലെ യോജിച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു സൂപ്പിനൊരു കൺസിസ്റ്റൻസി ആക്കുന്നതിന് വേണ്ടിയിട്ട് ചെറു ചൂടുള്ള വെള്ളം ഞാനൊരു 1 ലിറ്റർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് മൊത്തത്തിൽ ഇപ്പം നമ്മളുടെ ഈ സൂപ്പിന് വേണ്ടിയിട്ട് ഈ ഒരു പാകത്തിലുള്ളത് 1.5 ലിറ്റർ വെള്ളമാണ്. നമ്മൾ നേരത്തെ 1 ലിറ്റർ ചേർത്ത് കൊടുത്തു, അത് 1/2 ലിറ്ററായി. ഇപ്പം നമ്മൾ പ്ലസ് 1 ലിറ്റർ കൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ മൊത്തത്തിൽ 1.5 ലിറ്ററായി. അതുപോലെ തന്നെ നമ്മൾ ബൗളിൽ മാറ്റി വെച്ചിരുന്ന മുഴുവനായിട്ടുള്ള ആ ഒരു വെന്ത ബാർലി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തു. നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ലതുപോലെ ഇളക്കി
ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ റെസിപ്പീസൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സൂപ്പ് റെസിപ്പീസ് റാഗി സൂപ്പും ഓട്സ് സൂപ്പും ഒക്കെ നിങ്ങൾ ഒത്തിരി എന്നെ സപ്പോർട്ട് ചെയ്തതാണ്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ബാർലി എന്നൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ചൊരു ഫ്ലേവർ ഉള്ളതോ അധികം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതോ ആയിട്ടുള്ളൊരു സംഭവമല്ല. പക്ഷേ അതിനൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു വേർഷനിലാണ് ഞാനിപ്പോൾ ഈ ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാനൊരു കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ബാർലിയൊക്കെ ആണോ ഇതെന്ന് സംശയം തോന്നുന്ന രീതിയിൽ അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു രീതിയിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു സാധനങ്ങളും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. സോസുകളോ കോൺഫ്ലവറോ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്ത് ഈസി ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ സൂപ്പ് ഉണ്ടാക്കുന്നത്. ഒരു നേരത്തേക്കുള്ള ഒരു മീലായിട്ട് നിങ്ങൾക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന, അതായത് ഏത് പ്രായക്കാർക്കും ഡയബറ്റിക് ആയിട്ടുള്ളവർക്കാണെങ്കിലും വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടാണെങ്കിലും എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു നല്ലൊരു റെസിപ്പിയാണ്. അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാവരും ഈ ഒരു റെസിപ്പി മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബാർലിയുടെ ആരോഗ്യ ഗുണങ്ങൾ, ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു സാധനമാണ്. പക്ഷെ കോമൺ ആയിട്ട് നമ്മളങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു ഐറ്റം അല്ല. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കി ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു മീൽ ഐഡിയ ആയിട്ട് ഡിന്നറിനൊക്കെ നന്നായിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ട്രൈ ചെയ്തതിന് ശേഷം പിക്സ് എടുത്ത് കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ അതുപോലെ തന്നെ ഹെൽത്തി ലൈഫ് സ്റ്റൈലൊക്കെ ഫോളോ ചെയ്യുന്നവർക്കും ഡയബറ്റിക് ആയിട്ടുള്ളവർക്കും വെയിറ്റ് ലോസ് ജേണി ഉള്ളവർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വെയിറ്റ് കുറയ്ക്കുന്നവർക്ക് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്നതല്ല, ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടുമുള്ള ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും, കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് നാരങ്ങ നീര് കൂടി ലാസ്റ്റ് വെറുതെ ഒന്ന് ചേർത്ത് കൊടുത്തു. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ വിനീഗറൊന്നും ഇതിൽ യൂസ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ചെറിയൊരു പുളിപ്പും ആ ഒരു കുരുമുളകിൻ്റെ ഫ്ലേവറും ഒക്കെ കൂടിയിട്ട് ആ ഒരു ബാർലിക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്ലേവർ നമ്മുടെ ഈ സൂപ്പ് കുടിക്കുമ്പോൾ നമുക്ക് തോന്നും. ഇടയ്ക്കത് നമുക്ക് കഴിക്കുമ്പോൾ ആ ഒരു ബാർലി കടിക്കാനൊക്കെ കിട്ടുന്നത് നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള വെയിറ്റ് ലോസ് റെസിപ്പീസിൻ്റെ പ്ലേലിസ്റ്റ് ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. ആ വീഡിയോസൊക്കെ കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോസ് കൂടെ ഒന്ന് കണ്ടു നോക്കുക. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഈസി ആയിട്ടുള്ള ഹെൽപ്ഫുൾ ആയിട്ടുള്ള റെസിപ്പീസാണ്. അപ്പോൾ വീഡിയോസ് കണ്ടതിന് ശേഷമുള്ള അഭിപ്രായങ്ങൾ പറയുക. വീണ്ടും ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.